പ്രിയപ്പെട്ട കുട്ടികളെ, ആറാമത്തെ ചാപ്റ്റർ നമുക്ക് പെട്ടെന്നൊന്ന് ഫോക്കസ് ഏരിയ മാത്രം ക്വിക്ക് റിവൈസ് ചെയ്തെടുക്കാം. നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് മറക്കാൻ പറ്റില്ല. ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ഇദ്ദേഹമാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് DNA ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ചത്. അവർക്ക് ഇതിനെ നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ഇവരാണ് DNA ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ചത്. ഇവർക്കതിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. നമുക്ക് DNA ചുറ്റുകോണി മാതൃക എങ്ങനെയാണെന്ന് നോക്കാം. ചുറ്റുകോണി മാതൃക പ്രകാരം DNAക്ക് നെടിയ ഇഴകളുണ്ട്. നോക്കൂ, 2 നെടിയ ഇഴകൾ, അതായത് ചുറ്റുകോണിയുടെ കൈവരിക്ക് സമാനമായ 2 നെടിയ ഇഴകൾ DNAക്കുണ്ട്. അതേപോലെ പടികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളുമുണ്ട്. നെടിയ ഇഴകൾ 2 എണ്ണം, പിന്നെ പടികൾ പോലെ കാണപ്പെടുന്ന ഭാഗം. നെടിയ ഇഴകൾ അല്ലെങ്കിൽ നെടിയ ഇഴ പോലെ കാണപ്പെടുന്ന ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫോസ്ഫേറ്റ് തന്മാത്രകൾ കൊണ്ടും പഞ്ചസാര തന്മാത്രകൾ കൊണ്ടുമാണ്. ഫോസ്ഫേറ്റ് തന്മാത്രകൾ കൊണ്ടും പഞ്ചസാര തന്മാത്രകൾ കൊണ്ടുമാണ് നെടിയ ഇഴകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പടികൾ പോലത്തെ ഭാഗം നൈട്രജൻ ബേസുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കും. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണുള്ളത്: അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. 4 നൈട്രജൻ ബേസുകൾ. അപ്പോൾ DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ്, പഞ്ചസാര തന്മാത്ര, നൈട്രജൻ ബേസ് ഇവ ചേർന്നതാണ്. ഇതിനെ നമ്മൾ ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുന്നു. ന്യൂക്ലിയോടൈഡുകളാണ് DNAയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ. ഓരോ ന്യൂക്ലിയോടൈഡിൻ്റെയും ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഫോസ്ഫേറ്റ് തന്മാത്ര, പഞ്ചസാര തന്മാത്ര, നൈട്രജൻ ബേസ്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ന്യൂക്ലിയോടൈഡുകളും 4 തരത്തിൽ കാണും: അഡിനിൻ ന്യൂക്ലിയോടൈഡ്, തൈമിൻ ന്യൂക്ലിയോടൈഡ്, ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്, സൈറ്റോസിൻ ന്യൂക്ലിയോടൈഡ്. DNAയിലെ പഞ്ചസാര ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണ്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളെയാണ് നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിങ്ങനെ 4 തരം നൈട്രജൻ ബേസുകളുണ്ട്. അതുകൊണ്ട് DNAയിൽ 4 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളും ഉണ്ട്. DNAയുടെ നിർമ്മാണ ഘടകങ്ങളായ നൈട്രജൻ ബേസുകൾ പ്രധാനമുള്ളവയാണ്. അതിനകത്ത് അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുന്നുള്ളൂ. ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുന്നുള്ളൂ. DNAയുടെ ഒരു ചിത്രം പൂർത്തിയാക്കാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഫോസ്ഫേറ്റ് തന്മാത്രയും പഞ്ചസാര തന്മാത്രയും ചേർന്ന ഒരു ഇഴ നൽകിയിട്ടുണ്ട്. അവയോട് ബന്ധിച്ചിരിക്കുന്ന നൈട്രജൻ ബേസുകൾ നൽകിയിരിക്കുന്നു. അതിനോട് യോജിച്ച നൈട്രജൻ ബേസും മറ്റൊരു നെടിയ ഇഴയും നമ്മൾ വരച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഗ്വാനിൻ വന്നാൽ ഇപ്പുറത്ത് സൈറ്റോസിൻ, തൈമിൻ ആണെങ്കിൽ അഡിനിൻ, സൈറ്റോസിനും വന്നാൽ ഗ്വാനിൻ, അഡിനിൻ ആണെങ്കിൽ തൈമിൻ. ഇവിടെ അഡിനിൻ തൈമിൻ്റെയും ഇടയ്ക്ക് ഡബിൾ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ടുമാണ് ഉള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ചിത്രം വരയ്ക്കാനായിട്ട്. അങ്ങനെ മറ്റൊരു നെടിയ ഇഴ കൂടെ വരച്ച് ചേർക്കുമ്പോൾ ചിത്രം പൂർത്തിയായി. ഇനി നമുക്ക് RNAയെക്കുറിച്ച് പഠിക്കാം. റൈബോ ന്യൂക്ലിക് ആസിഡ്. RNAയിൽ കാണപ്പെടുന്ന പഞ്ചസാര റൈബോസ് പഞ്ചസാരയാണ്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, തൈമിന് പകരം RNAയിൽ യുറാസിൽ എന്ന നൈട്രജൻ ബേസാണ് ഉള്ളത്. അതായത് തൈമിൻ RNAയിൽ ഇല്ല. DNAയിലെ ഇഴകളുടെ എണ്ണം 2 ആണ്, RNAയിൽ 1 ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. RNAയ്ക്ക് ഒറ്റ ഇഴയേ ഉള്ളൂ. DNAയുടെ പഞ്ചസാര ഡിയോക്സി റൈബോസ് പഞ്ചസാര, RNAയുടെ പഞ്ചസാര റൈബോസ് പഞ്ചസാര. DNAയിലെ നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. എന്നാൽ RNAയിലേതോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീനുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്? 2 ക്വസ്റ്റ്യനും ഇത് തന്നെ സെയിം ആൻസറാണ്. ജീനുകളുടെ പ്രവർത്തനം അഥവാ പ്രോട്ടീൻ നിർമ്മാണം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത്, അതിന് ജീനുകളുടെ സഹായം എങ്ങനെ, അല്ലെങ്കിൽ ജീനുകളുടെ സഹായത്തോടെ എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം. ന്യൂക്ലിയസിനകത്ത് DNA കാണപ്പെടുന്നു നിങ്ങൾക്കറിയാം അല്ലേ? DNAയിൽ നിന്ന് mRNA എന്ന് പറയുന്ന മെസ്സഞ്ചർ RNA രൂപപ്പെടുന്നു.
അപ്പോൾ DNA ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്രമീകരണം ഒക്കെ അനുസരിച്ചിട്ടാണ് ആ DNA നിന്ന് RNA രൂപം കൊള്ളുന്നത്. അപ്പോൾ DNA സന്ദേശങ്ങൾ വഹിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ mRNA എന്ന് പറയുന്നു. mRNA ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ സ്ഥലത്തിൽ കാണുന്ന മർമ്മസ്ഥലത്തിൽ കാണുന്ന സുഷിരങ്ങളിലൂടെ കോശദ്രവ്യത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ mRNA ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. അവിടെ കോശദ്രവ്യത്തിൽ റൈബോസോമുകളുണ്ട്. റൈബോസോമുകളാണ് പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗം എന്നറിയാം. mRNA റൈബോസോമിലെത്തുന്നു. മറ്റൊരു തരത്തിലുള്ള RNAകളാണ് tRNA. അവ വിവിധ തരത്തിലുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. tRNA വിവിധ തരത്തിലുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നു. mRNAയിലെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് റൈബോസോമുകൾ പ്രോട്ടീൻ നിർമ്മിക്കുന്നു. വിവിധ തരത്തിലുള്ള RNAകളെ പരിചയപ്പെടാം. നമ്മൾ ആദ്യം പറഞ്ഞു mRNA, മെസ്സഞ്ചർ RNA, DNA സന്ദേശങ്ങൾ വഹിക്കുന്ന RNA ആണ് mRNA. ഇനി അടുത്തത് tRNA, വിവിധ തരത്തിലുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്ന ട്രാൻസ്ഫർ RNAകളാണ് tRNA. ഇനി റൈബോസോമിൻ്റെ ഭാഗമായി കാണുന്ന RNAകളാണ് rRNAകൾ. അപ്പോൾ വിവിധതരം RNAകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. പ്രോട്ടീൻ നിർമ്മാണത്തിൽ mRNAയുടെ പങ്ക് എന്താണ്? DNA സന്ദേശങ്ങളെ വഹിക്കുന്നു. ഇവിടെ ന്യൂക്ലിയസ് നടക്കുന്ന പ്രവർത്തനങ്ങൾ, കോശദ്രവ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ന്യൂക്ലിയസ് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് DNAയിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. കോശദ്രവ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്തൊക്കെ? tRNAകൾ വിവിധ തരത്തിലുള്ള അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നു. mRNA റൈബോസോമുമായിട്ട് കൂടിച്ചേരുന്നു. mRNAയിലെ സന്ദേശം അനുസരിച്ചിട്ട് വിവിധ തരത്തിലുള്ള അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഇവിടെ ഈ ചിത്രങ്ങളെല്ലാം എന്താണെന്നറിയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. mRNA ഉണ്ട്, റൈബോസോമുണ്ട്, അമിനോ ആസിഡുകളുണ്ട്, പിന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീനുണ്ട്. ഇത്രയും തിരിച്ചറിയാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഫോക്കസിൽ പഠിക്കേണ്ടത് കുഞ്ഞ് ആണോ പെണ്ണോ എന്നതിലെ ജനിതക രഹസ്യം എന്ന പാഠഭാഗമാണ്. അത് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് മനുഷ്യരിലെ ക്രോമസോം സംഖ്യയെക്കുറിച്ച് നമുക്കൊരു ധാരണ വരേണ്ടതുണ്ട്. നമുക്ക് മനുഷ്യരിലെ ക്രോമസോം സംഖ്യയെക്കുറിച്ച് നോക്കാം. മനുഷ്യനിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യരിൽ 46 ക്രോമസോമുകളുണ്ട്. ഇവയിൽ 44 എണ്ണം സ്വരൂപ ക്രോമസോമുകൾ എന്നറിയപ്പെടുന്നു. 2 എണ്ണം ലിംഗനിർണ്ണയ ക്രോമസോമുകളാണ്. ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതിനെയാണ് ഒരു സ്വരൂപ ജോഡി എന്ന് പറയുന്നത്. അങ്ങനെ 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ മനുഷ്യരിലുണ്ട്. ലിംഗനിർണ്ണയ ക്രോമസോമുകൾ 2 തരമുണ്ട്. അവയെ X ക്രോമസോം എന്നും Y ക്രോമസോം എന്നും പറയുന്നു. സ്ത്രീകളിലെ ലിംഗനിർണ്ണയ ക്രോമസോമുകൾ 2 X ക്രോമസോമുകളാണ്. എന്നാൽ പുരുഷന്മാരിലെ ലിംഗനിർണ്ണയ ക്രോമസോമുകളിൽ ഒന്ന് X ക്രോമസോമും മറ്റൊന്ന് Y ക്രോമസോമുമാണ്. അതായത് സ്ത്രീയുടെ ജനിതഘടന എന്ന് പറയുന്നത് 44+XX പുരുഷന്മാരിൽ അത് 44+XY ആണ്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. XX എന്ന ജനിതഘടനയുള്ള സ്ത്രീയിൽ നിന്ന് അണ്ഡങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്രോമസോം സംഖ്യ നേർപകുതിയാകുന്നു എന്ന് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 44 എന്നുള്ള സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 22 ആകും. XX എന്ന ലിംഗനിർണ്ണയ ക്രോമസോമുകളുടെ എണ്ണം ബീജകോശങ്ങളിൽ ഓരോ എണ്ണമേ ഉണ്ടാകുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ XX എന്നുള്ളത് കൊണ്ട് സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങളുടെ പകുതി എണ്ണം ഒരു X ക്രോമസോം അടങ്ങിയതും മറ്റേ പകുതി എണ്ണം X ക്രോമസോം അടങ്ങിയത് തന്നെയും ആയിരിക്കും. എന്നാൽ പുരുഷന്മാരിൽ 44+XY എന്ന ജനിതഘടനയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അവരുടെ ബീജകോശങ്ങൾ എങ്ങനെയായിരിക്കും? 22+Xഉം ബാക്കി പകുതി എണ്ണങ്ങൾ 22+Yയും ആയിരിക്കും. അതായത് സ്ത്രീകളിലെ ബീജകോശങ്ങളെല്ലാം തന്നെ X ക്രോമസോം അടങ്ങിയവ മാത്രമായിരിക്കും. എന്നാൽ പുരുഷന്മാരിലെ ബീജകോശങ്ങളിൽ പകുതി എണ്ണം X ക്രോമസോം അടങ്ങിയതും ബാക്കി പകുതി എണ്ണം Y ക്രോമസോം അടങ്ങിയതുമായിരിക്കും. മനസ്സിലായോ? കാരണം ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രോമസോം സംഖ്യ പകുതിയാകും. ഇവിടെ ലിംഗ ക്രോമസോമുകൾ 2 എണ്ണമാണ് ഉള്ളത്. അതുകൊണ്ട് ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ 2 തരത്തിലുള്ള ബീജകോശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതായത് പുരുഷന്മാരിൽ X ക്രോമസോം അടങ്ങിയ ബീജകോശങ്ങളും ഉണ്ടാകും, Y ക്രോമസോം അടങ്ങിയ ബീജകോശങ്ങളും ഉണ്ടാകും. എന്നാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന എല്ലാ ബീജകോശങ്ങളിലും X ക്രോമസോമുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അതായത് 22X എന്നടങ്ങിയ അല്ലെങ്കിൽ 22X 50% 22X മറ്റേ 50%വും 22X. പിതാവിൻ്റെയും ശരീരത്തിൽ നിന്ന് ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രോമസോം സംഖ്യ നേർപകുതിയാകുന്നു. അപ്പോൾ 2 ലിംഗനിർണ്ണയ ക്രോമസോമുകളാണ് ഉള്ളത്. അതുകൊണ്ട് ലിംഗനിർണ്ണയ ക്രോമസോമുകളുടെ എണ്ണവും പകുതിയാകുന്നു.
ആകുന്നതിനും പെണ്ണാകുന്നതിനും നിർണായകമാകുന്നത് പിതാവിൽ നിന്നുള്ള XY ക്രോമസോമുകളാണ്. XS ലിംഗ ക്രോമസോമുള്ള ശിശു പെൺകുട്ടിയും XY ലിംഗ ക്രോമസോമുള്ള ശിശു ആൺകുട്ടിയുമായിരിക്കും. DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. James Watson and Francis Crick presented the double helical model of DNA and they were awarded the Nobel Prize in 1962. As per the double helical model, DNA molecule contains two strands. A structure with two long strands made up of sugar and phosphate and drugs with nitrogen base. The basic unit of DNA molecule is called nucleotide. A nucleotide contains phosphate molecule, sugar molecule and a nitrogen base. DNA contains deoxyribose sugar. Nitrogen bases are molecules that contain nitrogen and are alkaline in nature. Since DNA has four kinds of nitrogen bases, namely adenine, thymine, guanine and cytosine, DNA has four kinds of nucleotides. Nitrogen bases, the building components of DNA, are molecules with great specificity. In DNA, the base adenine pairs only with thymine and guanine pairs only with cytosine. ഇങ്ങനെ ഒരു പടം ചിത്രീകരിക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഒരു സ്ട്രാൻഡ് തന്നിട്ടുണ്ടാവും, ആ സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസും തന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് രണ്ടാമത്തെ സ്ട്രാൻഡ് നിങ്ങൾ വരച്ച് ചേർക്കേണ്ടതായിട്ട് വരും. Next is RNA, ribonucleic acid. RNA is another nucleic acid. RNA is also formed of nucleotides. Ribose sugar is present in RNA. In RNA, nitrogen base uracil is seen instead of thymine. Majority of RNAs have only single strand. Number of strands: DNA 2, RNA 1. Type of sugar: DNA deoxyribose sugar, RNA ribose sugar. Nitrogen bases: DNA adenine, thymine, guanine, cytosine. RNA adenine, uracil, guanine, cytosine. Next is protein synthesis or action of genes. Protein synthesis. The process of protein synthesis starts from the nucleus by the formation of mRNA from DNA. The first step is formation of mRNA from DNA. mRNA reaches outside the nucleus and then it reaches ribosomes. The another type of RNA, tRNA, brings different kinds of amino acid to ribosomes. Based on the information in mRNA, protein is synthesized by adding amino acid. മലയാളം മീഡിയംകാരുടെ ക്ലാസ്സിൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ചിത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ അതെല്ലാം ഓർത്ത് നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ദ mRNA, ദാറ്റ് ഈസ് എ മെസ്സഞ്ചർ RNA. ദിസ് കൺട്രോൾസ് ദ പ്രോട്ടീൻ സിന്തസിസ്. Next type is tRNA, transfer RNA, that carry amino acid to the ribosomes. Next type is rRNA, ribosomal RNA, that is seen associated with the ribosomes. The messenger RNA controls protein synthesis. DNA performs its activities with the help of RNA. RNA that carries information from DNA reaches ribosomes and control protein synthesis. Since this RNA is the messenger of DNA, it is called messenger RNA or mRNA. There are 46 chromosomes in human beings. Of these, 44 are somatic chromosomes and 2 are sex chromosomes. A somatic chromosome pair contains 2 identical chromosomes. Thus, in human beings, there are 22 pairs of somatic chromosomes. Sex chromosomes are of two types. They are called X chromosome and Y chromosomes. Females have 2 X chromosomes and males have 1 X chromosome and 1 Y chromosome. Genetic makeup of female is 44 plus XS and that of male is 44 plus XY. The possibility for the birth of a male or a female child is equal because the chance of fusion of sperm with X chromosome or sperm with Y chromosome to ovum are equal. If the sperm with X chromosome fuses with the ovum, the child is female, and if the sperm with the Y chromosome fuses with the ovum, the child is male.
XY chromosomes of the father determines whether the child is male or female. Child with XS sex hormones is female and one with XY sex hormones is female.